എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറി എന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. GCDയുടെ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. സംഘം സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തെന്ന് FIRൽ പറയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് കൂടുതൽ അപ്ഡേഷൻ ഈ വാർത്തയുടെ? ഈ സ്റ്റേഡിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച വൈകിട്ട് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. സുരക്ഷാ ജീവനക്കാരുമായി അവിടെ ചെറിയ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ സ്റ്റേഡിയത്തിനകത്തേക്ക് കടന്നു. ഈ പശ്ചാത്തലത്തിലാണ് അനധികൃതമായി സ്റ്റേഡിയത്തിൽ കടന്നു സ്റ്റേഡിയത്തിന്റെ ടർഫ് അടക്കം നശിപ്പിക്കുന്ന നടപടി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് GCDയെ തന്നെ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് മുഹമ്മദ് ഷിയാസിനെ അടക്കം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള. അനധികൃതമായി സംഘം ചേരൽ, ഒപ്പം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കേസെടുത്താലും തങ്ങൾ ഈ അഴിമതി അല്ലെങ്കിൽ അത്തരം വസ്തുതകൾ പുറത്തു കൊണ്ടുവരാതെ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇതിൽ അവ്യക്തതകൾ ഇപ്പോഴും നിൽക്കുകയാണ്. കരാറ് എന്താണ് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയതാണ്. അപ്പോഴും ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് എങ്ങനെ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നു. കോൺഗ്രസ് പലയാവർത്തി ആ ചോദ്യം ഉന്നയിച്ചതാണ്. പക്ഷേ അതിലൊരു മറുപടി നൽകുന്നില്ല. ഇതിന്റെ കസ്റ്റോഡിയനായിട്ടുള്ളത് GCDA ആണ്. പക്ഷേ GCDA പറയുന്നത് തങ്ങൾക്ക് സ്പോൺസറുമായി ഒരു ബന്ധവുമില്ല. തങ്ങൾ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എന്ന സംഘടനയ്ക്ക്, മന്ത്രി ചെയർമാനായുള്ള സംഘടനയ്ക്കാണ് സ്റ്റേഡിയം കൈമാറിയത്. അവരാരുമായിട്ടാണ് കരാർ വെച്ചിട്ടുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇന്നലെ GCDA വ്യക്തമാക്കിയത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആകട്ടെ ഇപ്പോഴും മൗനം തുടരുകയാണ്. എന്താണ് കരാർ, എത്ര നാളത്തേക്കാണ് കരാർ, എന്ത് തുകയിലാണ് കരാർ നൽകിയിരിക്കുന്നത്, അതിൽ ആ കാര്യങ്ങളൊന്നും ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം വിശദീകരണങ്ങൾ ലഭ്യമാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇത്തരം കേസുകൾ എടുത്ത് പേടിപ്പിക്കേണ്ട ഇല്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഈ വിഷയത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.